വന്യജീവി ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയ വയനാട്ടിൽ ജനങ്ങൾ തെരുവിലിറങ്ങി. ജനരോഷം അണപൊട്ടിയ പുൽപ്പള്ളിയിൽ ഫോറസ്റ്റ് വാഹനം തടഞ്ഞായിരുന്നു പ്രതിഷേധം. കടുവ ആക്രമിച്ചു കൊന്ന പശുവിന്റെ ജഡവുമായെത്തിയ പ്രതിഷേധക്കാർ ജഡം ജീപ്പിന്റെ ബോണറ്റിൽ കെട്ടി റെയ്ത്തുവെച്ചു. സ്ഥലത്തെത്തിയ ജനപ്രതിനിധികൾക്ക് നേരെയും പ്രതിഷേധമുണ്ടായി. സംഘർഷം രൂക്ഷമായതോടെ ആൾക്കൂട്ടത്തിന് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തുന്നതും പിന്നീട് നമ്മൾ കണ്ടു. പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ മാസം 20-ന് ഉന്നതതല യോഗം ചേരും. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം സംസ്കരിച്ചു. വന്യജീവി ആക്രമണത്തിന്റെ ഭീതി അതിന്റെ മൂർധന്യത്തിലെത്തിയതിന് നേർക്കാഴ്ചയായിരുന്നു പുൽപ്പള്ളി. നാടെങ്ങും ഭീകരാവസ്ഥ. വനം വകുപ്പിനെതിരെയും പോലീസിനെതിരെയും ശക്തമായ പ്രതിഷേധം. രാവിലെ 6 മണി. കുറുവാദ്വീപിലെ താൽക്കാലിക ജീവനക്കാരൻ പോളിന്റെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായി. മൃതദേഹം പുറത്തെത്തിച്ചതു മുതൽ തുടങ്ങിയതാണ് പ്രതിഷേധം. ആദ്യം കളക്ടറേറ്റിന് മുന്നിൽ മൃതദേഹവുമായി കുത്തിയിരിക്കാനായിരുന്നു നാട്ടുകാരുടെ തീരുമാനം. എന്നാൽ പിന്നീട് നടന്നത് നാടകീയ സംഭവങ്ങൾ. സമയം രാവിലെ 10 മണി. മൃതദേഹം പുൽപ്പള്ളിയിൽ. ജില്ലാ കളക്ടറും CCFും എത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ നഗരത്തിൽ നിന്ന് മൃതദേഹം മാറ്റാൻ കഴിയൂ എന്ന് നാട്ടുകാർ. ജില്ലാ കളക്ടർ രേണുരാജ്, നോർത്തേൺ സർക്കിൾ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ KS ദീപ എന്നിവർ സ്ഥലത്ത്. തുടർന്ന് ജനപ്രതിനിധികളുമായി ചർച്ച. ഇതിനിടയിൽ പുൽപ്പള്ളി 56-ൽ കടുവ പശുവിനെ കൊന്നു. പശുവിൻ്റെ ജഡവുമായി നാട്ടുകാർ നഗരത്തിലേക്ക്. വനം വകുപ്പിന്റെ വാഹനം പിടിച്ചെടുത്ത പ്രതിഷേധക്കാർ ടയറിലെ കാറ്റഴിച്ചു. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. വാഹനത്തിന് റീത്തുവെച്ച് കടുവ പാതി തിന്ന പശുവിന്റെ ശരീരം ജീപ്പിന് മുകളിൽ കെട്ടിവെച്ച് പ്രദർശിപ്പിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ: ഞങ്ങൾക്ക് ഒരു പൈസയും വേണ്ട. ഈ നാട്ടിൽ ഇറങ്ങിക്കുന്ന മൃഗങ്ങളെ തിരിച്ചു കയറ്റി അതിനുള്ള സംവിധാനമാണ് ഇവിടെ വേണ്ടത്. കാടും നാടും വേർതിരിച്ചിട്ടുള്ള സംവിധാനമാണ് ഇവിടെ വേണ്ടത്. അല്ലാണ്ട് ഒരു പൈസയല്ല വേണ്ടത്. പൈസ വേണമെങ്കിൽ ആർക്ക് വേണേലും കൊടുക്കാം. അതല്ല ഇവിടെ വേണ്ടത്. ചർച്ച കഴിഞ്ഞ് ആവശ്യങ്ങൾ പരിഗണിച്ചെന്നറിയിക്കാനെത്തിയ MLA-മാർക്ക് നേരെയും ജനരോഷം. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർക്കും പരുക്ക്. ഒടുവിൽ 12:45 പോലീസ് ലാത്തി വീശി. പോളിന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് പാക്കത്തെ വീട്ടിലേക്ക്. ഉച്ചയ്ക്ക് 1:45 ഉന്നത ഉദ്യോഗസ്ഥരെത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചത് രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ മൃതദേഹം പുറത്തിറക്കൂവെന്ന് കുടുംബം. വീണ്ടും പ്രതിഷേധം. ഒടുവിൽ ADM ദേവകി പാക്കത്തെ വീട്ടിലേക്ക്. സർക്കാർ നൽകിയ ഉറപ്പ് വായിച്ചു കേൾപ്പിക്കുന്നു. പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും അടിയന്തര സഹായമായി 10 ലക്ഷം രൂപയും ഉടൻ കൈമാറും. നഷ്ടപരിഹാര തുകയായ 1 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറുന്നതും ബാക്കി 5 ലക്ഷം രൂപ തഹസിൽദാരുടെ പക്കൽ നിന്നും അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന അന്നേ ദിവസവും കൈമാറുന്നതാണ്. ചികിത്സ വൈകിയെന്ന് ആവർത്തിച്ച് പോളിന്റെ മകൾ. ചികിത്സ കിട്ടിയിട്ടില്ല. എന്റെ അച്ഛന് ചികിത്സ കിട്ടിയെങ്കിൽ എന്റെ പപ്പി ഇന്ന് ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നു. എത്രയോ മണിക്കൂർ മുമ്പ് കോഴിക്കോട്ടേക്ക് ആംബുലൻസ് പോകും എന്ന് പറഞ്ഞ് എപ്പോഴാ പോയത്? ആളുടെ അവസ്ഥ തീരെ മോശമായ പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയത്. വന്യജീവി ആക്രമണം രൂക്ഷമായതിൽ പ്രതിഷേധിച്ച് മന്ത്രി AK ശശീന്ദ്രനെതിരെ കോഴിക്കോട് 2 ഇടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. വനം വകുപ്പിന് വീഴ്ചയില്ലെന്നും പ്രകോപനപരമായ സമരത്തിൽ നിന്ന് വയനാട്ടിലെ ജനങ്ങൾ പിന്മാറണമെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. ചികിത്സ വൈകിയെന്ന ആരോപണത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രാദേശിക നേതാക്കൾ ദയവായി ആ കാര്യത്തിൽ ഹർത്താലിൽ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. കാരണം സമരങ്ങൾക്കും നിയന്ത്രണം വേണം. അത് ആരെ കണ്ട് സമരം നടത്തുന്നവർ സ്വയം നിയന്ത്രിക്കണം, പാളിപ്പോകാതിരിക്കാൻ. അവരുടെ ലക്ഷ്യം പ്രതിഷേധം അറിയിക്കലാണ്. ആ പ്രതിഷേധം അവർ ഹർത്താലിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ഈ സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് റിപ്പോർട്ട് വിശദമായി വരട്ടെ, പരിശോധിക്കും. വയനാട്ടിലെ പ്രശ്നപരിഹാരത്തിന് ഉന്നതതല യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ചൊവ്വാഴ്ച വയനാട്ടിൽ ചേരുന്ന യോഗത്തിൽ ജനപ്രതിനിധികളെയും പങ്കെടുപ്പിക്കും. പ്രതിഷേധം ശക്തമായതോടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് 1 ദിവസത്തെ അവധി നൽകി രാഹുൽ ഗാന്ധി MP വയനാട്ടിലേക്ക് തിരിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ
പുൽപ്പള്ളിയിൽ 2 ദിവസത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സർക്കാർ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ വീട്ടിലെ പൊതുദർശനം. 4 മണിയോടെ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം പുൽപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലേക്ക്. വനം വകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരൻ പോളിന് കണ്ണീരോടെ വിട. പാക്കത്തെ വീട്ടിൽ ഇനിയുള്ളത് ഓർമ്മകൾ മാത്രം. അച്ഛനും ഭർത്താവും നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ അനാഥത്വം. വയനാട്ടിൽ നിന്ന് പ്രജുൽ സുരേഷിനൊപ്പം അരുൺ പാറക്കൽ, 24. കഴിഞ്ഞ 3 മാസത്തിനിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായി മരിച്ച 4ാമത്തെ ആളാണ് പുൽപ്പള്ളി പാക്കം സ്വദേശിയായ പോൾ. മനുഷ്യർ ഏത് നിമിഷവും കൊല്ലപ്പെടാവുന്ന വിധത്തിൽ വന്യജീവി സംഘർഷത്തിന്റെ ഭയാനകമായ സ്ഥിതിയാണ് വയനാട്ടിലുള്ളത്. മുമ്പെങ്ങുമില്ലാത്ത വിധം വന്യജീവി ആക്രമണം രൂക്ഷമാകുമ്പോഴും വനംവകുപ്പിന് വീഴ്ചയില്ല എന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ. സർവകക്ഷി യോഗങ്ങൾക്കും ചർച്ചകൾക്കും അപ്പുറം ശാശ്വത പരിഹാരമാണ് വയനാടൻ ജനത ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നത്. പുൽപ്പള്ളിയിൽ ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധം അതുതന്നെയാണ് സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് ഓർമ്മിപ്പിക്കുന്നതും. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒപ്പം തന്നെ ജനപ്രതിനിധികളുമൊക്കെ ഇന്ന് ആ ജനരോഷത്തിൻ്റെ ചൂടറിഞ്ഞു. പൊറുതിമുട്ടിയപ്പോഴുള്ള സ്വാഭാവികമായി വരുന്നൊരു പ്രതിഷേധമാണത്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും യോഗം ചേരുക, ചില ഉറപ്പുകൾ നൽകുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ശാശ്വതമായൊരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്താണ് വ്യക്തമാവുന്നത്? തുടർന്ന് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ എങ്ങനെയാണ്? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിലായി എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ടോ സുർജിത്ത്? അസാധാരണമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് വയനാട് ജില്ല കടന്നു പോകുന്നത്. വാഗേരിയിൽ പ്രജീഷ് എന്ന ക്ഷീര കർഷകനെ കടുവ ആക്രമിച്ച ആ ദിവസം മുതൽ തുടങ്ങിയതാണ് ഇത്ര ഗുരുതരമായ രീതിയിലുള്ള പ്രതിസന്ധി. ഓരോ ദിവസവും ഈ വന്യജീവി ആക്രമണത്തിന് തുടർക്കഥകളാണ്, അത്തരം അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായ രീതിയിൽ പറയാൻ കഴിയുന്നത്. കടുവയായും ആനയായും പുലിയായും അതുപോലെ തന്നെ കാട്ടുപോത്തായും പന്നിയായും എന്തിനേറെ പറയുന്നു മലയെണ്ണാനായി പോലും ഈ ഇവിടുത്തെ ജനജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും ബുദ്ധിമുട്ടും നേരിടുന്ന പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ 4 മരണങ്ങളാണ് ഇവിടെ വന്യജീവി ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ 3ഉം കാട്ടാന ആക്രമിച്ചാണ് മരിച്ചത്. ഏറ്റവും ഒടുവിലത്തേത് പോളിൻ്റെ. നേരത്തെ മരിച്ച ലക്ഷ്മണൻ എന്ന് പറയുന്ന തോൽപ്പെട്ടിയിലെ ഒരു ആദിവാസിയായിട്ടുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം കാട്ടാനയുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം കഴിഞ്ഞ കൃത്യം ഒരാഴ്ച മുമ്പ് ചാലിഗദ്ദയിലെ അജീഷ്, ഏറ്റവും ഒടുവിലാണിപ്പോൾ പോളിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ജോലി ചെയ്യുന്നതിനിടെയാണ് കാട്ടാന വന്ന് ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് വഴിമാറി. ഇന്ന് 3 പ്രധാനപ്പെട്ട മുന്നണികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വയനാടിൻ്റെ സമീപ ചരിത്രത്തിലൊന്നും ഇങ്ങനെ 3 മുന്നണികളും ഒരുപോലെ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്ന അത്തരം നടപടി ഉണ്ടായില്ല. വയനാട്ടിൽ പൂർണ്ണമായും ഈ വയനാടൻ ജനത ഈ ഹർത്താലിനോട് ഐക്യപ്പെട്ടു. കടകമ്പോളങ്ങൾ തുറന്നില്ല, മാത്രമല്ല വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. അത്തരത്തിൽ പൂർണ്ണമായും ഐക്യപ്പെടുന്ന നിലയിലേക്ക് മാറി. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇവരനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധി തന്നെയാണ്. ഇതിനുശേഷം അസാധാരണമായ ഒരു പ്രതിഷേധത്തിനാണ് പുൽപ്പള്ളി സാക്ഷ്യം വഹിച്ചത്. പുൽപ്പള്ളി നഗരത്തിൽ മൃതദേഹം എത്തിച്ചതിന് മുതൽ കടുത്ത രീതിയിലുള്ള പ്രതിഷേധമുയർന്നു. ആദ്യഘട്ടത്തിൽ സമാധാനപരമായ പ്രതിഷേധമാണ് ഉയർന്നത്. ആ പ്രതിഷേധം ഉയർന്നതിന് ശേഷം പിന്നീട് അത് പല ഘട്ടങ്ങളിലും ഒരു അക്രമോത്സുക സ്വഭാവത്തിലേക്ക് മാറുകയുണ്ടായി. ഇന്നലെ ഇദ്ദേഹത്തെ മാനന്തവാടിയിൽ നിന്നും കൊണ്ടുപോകുമ്പോൾ മുതൽ, അതിനുശേഷം കോഴിക്കോട് എത്തിച്ചപ്പോൾ മുതൽ തിരിച്ച് വിലാപയാത്രയായി വയനാട്ടിലേക്ക് എത്തുന്ന ഘട്ടം വരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആളുകൾ ഫോറസ്റ്റ് ജീപ്പ് ആക്രമിക്കുന്ന തരത്തിലേക്ക് എത്തി. മാത്രമല്ല ഇതിനിടയിൽ ഇന്ന് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പശുവിൻ്റെ ജഡവുമായി എത്തി അത് വാഹനത്തിൻ്റെ ബോണറ്റിലേക്ക്, അതായത് ഈ ഫോറസ്റ്റ് ജീപ്പിൻ്റെ ബോണറ്റിന് മുകളിലേക്ക് ഇടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ആ തരത്തിലൊരു അക്രമോത്സുക സ്വഭാവത്തിലേക്ക് എത്തി. മാത്രമല്ല ജില്ലയിലെ ജനപ്രതിനിധികളെ പോലും അപഹസിക്കുന്ന രീതിയിൽ, മോശപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള പ്രതികരണങ്ങൾ ഒരു ഭാഗത്തുണ്ടായി. ഇതിനെല്ലാം പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ട് എന്നുള്ള ആരോപണമാണ് ജില്ലയിലെ ജനപ്രതിനിധികൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പുൽപ്പള്ളി ശാന്തമായത്. അതുവരെയും കടുത്ത രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിമാറുകയാണ് ഉണ്ടായത്. വീട്ടുകാർക്ക് ചില ഉപാധികൾ നൽകി. 50 ലക്ഷം രൂപയാകണം ധനസഹായം. അതോടൊപ്പം തന്നെ മകൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിനുള്ള ചുമതല സർക്കാർ ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്.
ഈ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഇതിനുശേഷം മൃതദേഹം ഏറ്റുവാങ്ങിയത് ഉറപ്പുകൾ രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ ഇത് അംഗീകരിക്കാൻ കഴിയൂ എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് വീട്ടുകാർ സൂചിപ്പിച്ചത്. ഇതേ തുടർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായത്. ആ ഉറപ്പ് ADM പരസ്യമായി വായിക്കുകയും അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഉറപ്പ് പാലിക്കാൻ സർക്കാർ തയ്യാറാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇനിയുള്ളത്. നാളെയും നിരോധനാജ്ഞ പുൽപ്പള്ളി മേഖലയിൽ തുടരാനുള്ള തീരുമാനമാണ് ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി MP നാളെ ജില്ലയിൽ എത്തുന്നു. ഈ മരണം നടന്ന വീടുകളിലേക്ക് സന്ദർശനം നടത്തുന്നു. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്തായാലും വലിയ രീതിയിൽ വയനാടൻ ജനത എന്താണോ അഭിമുഖീകരിക്കുന്നത് ആ പ്രശ്നങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു പുൽപ്പള്ളിയിൽ കാണാൻ കഴിഞ്ഞത്. റിജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. നേരത്തെയൊക്കെ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകളൊക്കെ പതിവായി നമ്മൾ കാണാറുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആളുകൾക്ക് തുടർച്ചയായി ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടുകൂടി ആ പ്രതിഷേധത്തിൻ്റെ ശക്തി കൂടുകയാണ്. അസാധാരണമായ പ്രതിഷേധങ്ങളിലേക്ക് അവർ നീങ്ങുകയാണ്. വയനാട്ടിലെ തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിന് വീഴ്ച പറ്റിയോ എന്നുള്ള ചോദ്യമാണ് വളരെ പ്രധാനമായി ഉയർന്നു വരുന്നത്. ഇതാണ് ഇന്ന് 24 പൊതുജനങ്ങളോടായി ചോദിച്ചത്. കേൾക്കാം ആ വിഷയത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ ഉത്തരങ്ങളിലേക്ക്. ഗവൺമെൻറ് വീഴ്ചയല്ല, അതിനുള്ള നമുക്കുള്ള ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട്. ഫോറസ്റ്റിൽ തന്നെ ഒരുപാട് ഗാർഡ്സ് ഒന്നുമില്ല, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ല. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് അപ്പുറത്തോട്ട് ഇടുന്നത്. അതാണ് സംഭവം. ആളുകളുടെ അവസ്ഥ എല്ലാവരും ഇത് തന്നെയാണ്. ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ വന്യജീവി വന്ന് ആക്രമണം ഉണ്ടാവുന്നുണ്ട്. എല്ലായിടത്തും ഇതുപോലെ മരണം ഉണ്ടാവണമെന്നില്ല എന്നുള്ളൂ. പക്ഷെ അതിന് കുറച്ച് കരുതൽ സർക്കാർ എടുക്കേണ്ടതാണ്. ഒന്നും അറിയാത്ത മനുഷ്യന്മാരെ ജീവനല്ലേ എടുക്കുന്നത്. അതിനുവേണ്ടിയുള്ള സംരംഭം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അത് വനം വകുപ്പ് മന്ത്രിയായാലും അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. എന്തുമാത്രം ജനങ്ങളാണ് മരിക്കുന്നത്. പുലിയായാലും ആനയായാലും നാട്ടിലിറങ്ങുകയല്ലേ. ഗവൺമെൻറ് ഒരു ശ്രമം നടത്തുന്നതല്ലാതെ ഇതിന് റിസൾട്ട് വരണമല്ലോ. ആ റിസൾട്ട് വരാത്തിടത്തോളം സർക്കാരിൻ്റെ പരാജയമായിട്ടേ അത് കാണാൻ പറ്റുള്ളൂ. കാരണം ആൾക്കാർ മനുഷ്യന് വിലയിലാവുന്നു. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം മനുഷ്യന് കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ അടിയന്തരമായി ഒരു നിലപാടെടുത്ത് അതിനെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സർക്കാർ ചെയ്തേ പറ്റൂ. മൃഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് സിംഹം കടുവ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടൈഗർ പ്രൊട്ടക്ഷൻ സ്കീം, സാങ്ച്വറി ഇതെല്ലാം വെച്ച്. ഇപ്പോൾ അതിൻ്റെ നമ്പർ കൂടിപ്പോയത് കൊണ്ട് അവർക്ക് സ്ഥലം തികയുന്നില്ല. കാടാണെങ്കിൽ കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ആ പോപ്പുലേഷനെ കുറയ്ക്കണം, എന്തെങ്കിലും ചെയ്യണം. മനുഷ്യന് ബർത്ത് കൺട്രോൾ കൊണ്ടുവരുന്ന മാതിരി അവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന് റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇത് സർക്കാരിൻ്റെ വനം വകുപ്പിൻ്റെ അനാസ്ഥയാണ് കാരണം. ഇതിപ്പോൾ ഈ വനം വകുപ്പ് അത് കാര്യമായി ശ്രദ്ധിക്കണം. അത് പറയാം. 3 പേരാണ് ഇപ്പോൾ മരിക്കുന്നത്, കൊല്ലുന്നത്. എന്നിട്ടും മന്ത്രിയെ അനങ്ങുന്നില്ല, മന്ത്രിസഭയോ അനങ്ങുന്നില്ല, ഒന്നും അനങ്ങുന്നില്ല. കാട്ടാന അവിടെ വരും, ആൾക്കാരെ കൊല്ലും, അതിൻ്റെ പാട്ടിന് അത് പോകും. അതിനെ പിടിക്കത്തുമില്ല, അതിനെ കൊല്ലത്തുമില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വനം വകുപ്പ് നോക്കി നിന്ന് കാശ് മേടിക്കുന്നുണ്ട്. ഇതുവരെയും വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ തീർത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ അടിയന്തരമായി ഇടപെടണം. പെട്ടെന്ന് ഉള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന പ്രാപ്തമായ നിയമങ്ങൾ ഉണ്ടാക്കണം. ഇതാണ് പറയാനുള്ളത്. കമന്റ് ബോക്സിലേക്ക് പോയാലും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ട ശാശ്വതമായ പരിഹാര നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നവരാണ് ഏറെ പേരും. അജിരാജ് എന്ന് പറയുന്ന പ്രേക്ഷകൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന് ആദരാഞ്ജലികൾ നേരുന്നു. ആ വീട്ടുകാരുടെ വേദന മറികടക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് പറയുന്നു. അതുപോലെ ജസ്റ്റിനെ പോലുള്ള പ്രേക്ഷകർ ഒരാളുടെ ജീവൻ നഷ്ടമായിട്ട് നഷ്ടപരിഹാരം നൽകിയിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം ഉയർത്തുന്നു. അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നു.